അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, ഇപ്രാവശ്യം ബ്രില്യൻറ്റിൻ്റെ ഹൈ സ്കോർ എന്ന് പറയുന്നത് 720 ആണ്. അതും ഒരാൾക്കല്ല 4 പേർക്ക് ബ്രില്യൻറ്റിൽ 720 ഉണ്ട്. അപ്പോൾ ശരിക്കും അതേസമയം വേറൊരു രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോമ്പറ്റീഷൻ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഒരു ജനറൽ കാറ്റഗറിയിൽ പെട്ട കുട്ടിക്ക് 640 ആയിരുന്നു മോപ്പിൽ പോയ ലാസ്റ്റ് റാങ്ക്. അതായത് 640 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ആ സ്കോർ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നിങ്ങളുമായിട്ട് മത്സരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7th മുതൽ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്ത പിള്ളേർ വരെ നിങ്ങളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് ആ 7th ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ 7th പഠിച്ചിരുന്ന പിള്ളേർ ഇപ്പോൾ 12th ഒക്കെ കഴിഞ്ഞ് വീണ്ടും റെസിഡൻഷ്യൽ ബാച്ചിൽ 7th to 10th അവർ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തു. അതിൻ്റെ പുറമെ 11th and 12th റെസിഡൻഷ്യൽ ബാച്ചിലും പഠിച്ചിട്ട് നിൽക്കുന്ന പിള്ളേരാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മളിപ്പോൾ 12th കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും ഒരു വർഷം റിപ്പീറ്റ് എടുത്താൽ കിട്ടുമോ എന്നുള്ള ആഗ്രഹത്തിൽ നിങ്ങൾ ചെല്ലുന്നത്. അപ്പം നിങ്ങളുമായിട്ട് കോമ്പീറ്റ് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? എനിക്കറിയാം ഭൂരിഭാഗം പേരും നല്ല രീതിയിൽ സങ്കടപ്പെട്ടും ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടും ഇരിക്കുമായിരിക്കും. ഇനി എന്ത് ചെയ്യും എന്നായിരിക്കും ഭൂരിഭാഗം പേരുടെ മുന്നിലുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓരോ വർഷം ചെല്ലുന്തോറും കോമ്പറ്റീഷൻ ഇങ്ങനെ കൂടി വരുവാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങളുടെ കൂടെ പഠിച്ചതുമായിട്ടുള്ളവർക്ക് ചിലപ്പോൾ 650 700 ഒക്കെ കാണാം. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, ഇപ്രാവശ്യം ബ്രില്യൻറ്റിൻ്റെ ഹൈ സ്കോർ എന്ന് പറയുന്നത് 720 ആണ്. അതും ഒരാൾക്കല്ല 4 പേർക്ക് ബ്രില്യൻറ്റിൽ 720 ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് ഇതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അഭിമാനാർഹമായ ഒരു നേട്ടമാണ്. അതായത് ഓൾ ഇന്ത്യ ലെവലിൽ നടന്നൊരു എക്സാമിൽ കേരളത്തിൽ പഠിച്ച 4 കുട്ടികൾക്ക് ഫുൾ ഔട്ട് ഓഫ് ഫുള്ളാണ് കിട്ടിയിരിക്കുന്നത്. അതേസമയം വേറൊരു രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോമ്പറ്റീഷൻ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഒരു ജനറൽ കാറ്റഗറിയിൽ പെട്ട കുട്ടിക്ക് 640 ആയിരുന്നു മോപ്പിൽ പോയ ലാസ്റ്റ് റാങ്ക്. അതായത് 640 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ആ സ്കോർ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാനും കൂടെ പറ്റുന്നില്ല ഏത് ലെവലിലേക്ക് അത് പോകും എന്നുള്ളത്. ഓരോ വർഷം കൂടുന്തോറും ഇങ്ങനെ തന്നെ കോമ്പറ്റീഷൻ കൂടുകയാണ്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേ ലക്ഷ്യത്തോടെ തന്നെ പോകുന്നു. അതായത് ഇപ്പോൾ ഒരു 500 550 ഒക്കെ എത്തി പരാജയപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾ ഇത് ഒന്നും കൂടെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അത്രമാത്രം ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഫുള്ളും കൊടുത്തിട്ട് വേണം ശ്രമിക്കാൻ. നമ്മൾ അതിനിടയ്ക്ക് ഉഴപ്പി പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അമ്മാതിരി രീതിയിലാണ് കോമ്പറ്റീഷൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ അത്യാവശ്യം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. നിങ്ങളിങ്ങനെ സ്വന്തമായിട്ട് ഡിമോട്ടിവേറ്റഡ് ആയിട്ടും ഡിപ്രസ്ഡ് ആയിട്ടും ഇരിക്കാതെ നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റെന്താണെന്ന് അത് കണ്ടെത്തി പരിഹരിക്കാനുള്ള സമയമാണിത്. ഇനി അങ്ങോട്ട് ചെല്ലുന്തോറും കോമ്പറ്റീഷൻ കൂടത്തേ ഉള്ളൂ. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ റെസിഡൻഷ്യൽ ബാച്ചിലെ പിള്ളേരും റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നിങ്ങളുടെ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് മത്സരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7th മുതൽ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്ത പിള്ളേർ വരെ നിങ്ങളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് ആ 7th ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ 7th പഠിച്ചിരുന്ന പിള്ളേർ ഇപ്പോൾ 12th ഒക്കെ കഴിഞ്ഞ് വീണ്ടും റെസിഡൻഷ്യൽ ബാച്ചിൽ 7th to 10th അവർ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തു. അതിൻ്റെ പുറമെ 11th and 12th റെസിഡൻഷ്യൽ ബാച്ചിലും പഠിച്ചിട്ട് നിൽക്കുന്ന പിള്ളേരാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മളിപ്പോൾ 12th കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും ഒരു വർഷം റിപ്പീറ്റ് എടുത്താൽ കിട്ടുമോ എന്നുള്ള ആഗ്രഹത്തിൽ നിങ്ങൾ ചെല്ലുന്നത്. അപ്പം നിങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്? ഒരു വർഷം ഇങ്ങനെ പഠിച്ച് വീണ്ടും ചിലപ്പോൾ കിട്ടാതെ റിപ്പീറ്റ് ചെയ്തവർ കാണും. അതുപോലെ തന്നെ ഇങ്ങനെ ഫൗണ്ടേഷൻ കോഴ്സ് വരെ ചെയ്ത് റെസിഡൻഷ്യൽ ബാച്ചും ചെയ്ത് അങ്ങനെ വന്ന പിള്ളേർ കാണും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ആ ഒരു കോമ്പറ്റീഷൻ ഇപ്പം ഇത്രയും മാത്രം കോമ്പറ്റീഷൻ ടൈറ്റ് ആവാനുള്ള കാരണം ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തന്നെയാണ്. പിന്നെ അത്യാവശ്യം ഓൺലൈനായിട്ടും ഇപ്പം നമുക്കതൊരു പോസിറ്റീവ് ഇതിൽ പറയുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് തന്നെയാണ്. അതായത് ഇപ്പം അത്യാവശ്യം ഫൈനാൻഷ്യലി ഫീസിബിൾ അല്ലാത്ത പിള്ളേർക്ക് ഒത്തിരി ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷേ വേറൊരു രീതിയിൽ അത് കോമ്പറ്റീഷൻ കൂടാൻ വേറൊരു ഇതും കൂടെയാണ്. ഇതൊക്കെ പഠിച്ച് വന്നവർ പോലും ഇത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കോമ്പറ്റീഷൻ കൂടി വരികയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരൊറ്റ ലക്ഷ്യത്തിൽ തന്നെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഇട്ടേ പറ്റൂ. നമ്മൾ കുറച്ച് നാൾ ഉഴപ്പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അങ്ങോട്ട് പോകുന്ന കാലത്ത് നമ്മൾ ഫുള്ള് ഒരു വർഷം ഇതേന്ന് പറഞ്ഞ് ഇരുന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ വരണം. പിന്നെ അഥവാ ഇതിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ നീറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഫിസിക്സിലുള്ള അക്കാഡമിക് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അക്കാഡമിക് ബ്രില്യൻസ് ആണ് ഇവർ ചെക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫിസിക്സിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ളവർ വല്ല സയൻറ്റിസ്റ്റോ അങ്ങനെയുള്ള രീതിയിലൊക്കെയല്ലേ പോകേണ്ടത്. ഇവിടെ ശരിക്കും ഫിസിക്സിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ളവരാണ് ഡോക്ടേഴ്സ് ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫിസിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്തൊരു കോഴ്സാണ് MBBS. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ തട്ടി വീണ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അയ്യോ എനിക്കൊരു ബുദ്ധിയില്ല, എനിക്കൊരിക്കലും ഒരു നല്ല ഡോക്ടറാവാൻ പറ്റത്തില്ല, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ഈ നീറ്റും MBBSും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. മനസ്സിലായോ? ബയോളജിയും പിന്നെ കെമിസ്ട്രി മാത്രമേ ഉള്ളൂ ഇത്രയെങ്കിലും കണക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നത്. ബാക്കി ഒന്നുമായിട്ടും യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഇപ്പം നീറ്റിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ചവർ മാത്രമേ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 100 റാങ്ക് മേടിച്ചവർ മാത്രമേ നല്ല ഡോക്ടേഴ്സ് ആവും അങ്ങനെ പറയാൻ പറ്റത്തില്ലടാ. ഇതെന്ന് വെച്ചാൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കണ്ട. ഇപ്പോൾ ഈ ബോർഡറിലൊക്കെ നിൽക്കുന്നവർ പരമാവധി അവർ ശ്രമിച്ചിട്ട്
പരാജയപ്പെട്ടു പോയവരായിരിക്കും. നമ്മുടെ ഇപ്പം ഒരു 620 ഒക്കെ എത്തിക്കണമെങ്കിൽ എന്തുമാത്രം എഫേർട്ട് ഇടണം എന്നൊക്കെ എനിക്കറിയാം. അപ്പം നിങ്ങൾ പരമാവധി നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ശ്രമിച്ചു. അങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇനി അങ്ങോട്ട് എന്നെക്കൊണ്ട് വയ്യ എന്ന് തോന്നുന്നവർ ഇതിലെ തന്നെ താഴെയുള്ള ഏതെങ്കിലും ഒരു നല്ല കോഴ്സ് എടുത്തിട്ട് അതിൽ ജോയിൻ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഈ ഡോക്ടർ എന്ന് പറഞ്ഞ് ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊരു മനോവിഷമം ഉണ്ടാകുന്നത്. നിങ്ങൾ ആ ഒരു കോഴ്സ് ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. നിങ്ങൾ മാത്രമല്ലടാ, നിങ്ങളുടെ മുന്നേ ആയാലും ഇപ്പം നിങ്ങളിപ്പം ഒരു BDS കോഴ്സ് എടുത്തെന്ന് വെച്ചോ, നിങ്ങളുടെ സീനിയേഴ്സ് അവരെല്ലാവരും ആഗ്രഹിച്ചിട്ട് BDS എടുത്തവരാണോ? അല്ല. ഭൂരിഭാഗം പേരും നമുക്ക് MBBS കിട്ടാതാവുന്ന സാഹചര്യത്തിൽ പോയി എടുക്കുന്നതല്ലേ. നിങ്ങളത് മനസ്സിലാക്കുക. ഇപ്പോൾ അഥവാ ആ ഒരു രീതിയിൽ പോലും എത്തിയില്ല, ഒരു കോഴ്സും കിട്ടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ പോയി ഡിഗ്രിയൊക്കെ ജോയിൻ ചെയ്യും. ഒന്നും മോശമല്ല. മാത്രമല്ല ഈ MBBS എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും കായലിൽ നിന്ന് കടലിലോട്ട് കയറിയതുപോലെയാണ്. ഇനിയും ഇതിനെക്കാട്ടി കൂടുതൽ പഠിക്കാനുണ്ട്. ഇതിലും വലിയ കോമ്പറ്റീഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടിയും വരും. കാരണം MD എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും 25 ലക്ഷം പേരിൽ നമ്മൾ ഒരു 3 lakhs-ഓളം ആളുകൾക്ക് പല പല രീതിയിലായിട്ട് അഡ്മിഷൻ കിട്ടുമെന്ന് ആലോചിച്ച് നോക്ക്. ഈ പല വെട്ടം റിലീസാവുന്ന ഈ 3 ലക്ഷത്തോളം ആളുകളുമായിട്ടാണ് നമ്മൾ വീണ്ടും MD എൻട്രൻസിന് കോമ്പീറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ MBBS കൊണ്ട് മാത്രമായിട്ടൊരു കാര്യവുമില്ല. നിങ്ങൾ MD എടുക്കണം. ഇപ്പം നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ തന്നെ ടീച്ചേഴ്സ് വന്ന് പറയുന്നത് MD ഇല്ലെങ്കിൽ ഒരു കാര്യമില്ലെന്നാണ്. പ്രൈവറ്റ് കോളേജസിൽ പോലും നമുക്ക് ജോലിക്ക് കയറാൻ പറ്റത്തില്ല MD ഇല്ലെങ്കിൽ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സാധാ 250 സീറ്റുള്ള ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ആകെ 20 സീറ്റേ ഉള്ളൂ MDക്ക്. എന്നിട്ട് അതിന് നമ്മൾ ആ ഒരു വർഷം പഠിച്ചിറങ്ങുന്നവർ മാത്രമായിട്ടല്ലല്ലോ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. MDക്ക് ഒന്നാമത്തെ കാര്യം ഏജ് ലിമിറ്റ് ഇല്ല. അന്നേരം വർഷങ്ങളായിട്ട് ഇങ്ങനെ പാസ് ഔട്ട് ആവുന്നവരുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. പിന്നെ ഇത് അഥവാ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇതെന്തോ സിമ്പിൾ ടാസ്ക് ആണോ? നമ്മുടെ ലൈഫ് ഭയങ്കര റിസ്ക് ആണടാ. ഈ ജോബ് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു സമാധാനം ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാത്തിനും മുകളിൽ നമ്മളുടെ ആഗ്രഹമാണ്. മനസ്സിലായോ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു നല്ലൊരു പാർട്ട് ഈ എൻട്രൻസ് എന്ന് പറഞ്ഞ് വേസ്റ്റ് ആക്കുന്നുണ്ട്. പിന്നെ MBBS എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചൊന്ന് സെറ്റിൽ ആവാനോ എന്തായാലും ഒരു 27, 28 എല്ലാം ഫസ്റ്റ് ചാൻസ് കിട്ടി പോയാൽ തന്നെ 28 വയസ്സോളം ആവും. മനസ്സിലായോ? നമ്മുടെ ഒരു യൂത്തിൻ്റെ പകുതിയും നമ്മൾ ഇങ്ങനെ പഠിച്ച് ഇതാക്കുവാണ്. അത് കഴിഞ്ഞ് ലൈഫ് സെറ്റിലായാൽ തന്നെയും നമുക്കൊരു കൂളായിട്ട് ചെന്നിരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണ് ഇവിടെ. ഈ സർജറിയൊക്കെ നമുക്ക് കൂളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? അത്രമാത്രം എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ചിലപ്പം നല്ല കൂളായിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്നാലും അവരുടെ ഉള്ളിലും ടെൻഷനുണ്ട്. കാരണം നമ്മളൊരു ജീവൻ വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പം അതാണ് പറയുന്നത്. ഇപ്പം ഭയങ്കര ലൈഫ് സേവർ ആവണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പരമാവധി ശ്രമിക്കുക. ഇപ്പം ബോർഡർ ലൈനൊക്കെ നിന്നിട്ടും നിങ്ങൾക്ക് ഒന്നും കൂടെ ശ്രമിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ശ്രമിക്കാനേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം കൊടുക്കുക. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ഇതിനിടയ്ക്ക് ഉഴപ്പാനേ പോകരുത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഈ കോഴ്സ് കിട്ടിയില്ലെങ്കിൽ ഇപ്പം 300 മേടിച്ച് ഔട്ടായ ആളും 200 മേടിച്ച് ഔട്ടായ ആളും 630 മേടിച്ച് ഔട്ടായ ആളും ഒരുപോലെയാണ്. നമ്മൾ ആ കോഴ്സ് ചൂസ് ചെയ്യുന്നില്ലെങ്കിൽ, അതിൻ്റെ താഴെയുള്ളൊരു കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യാതെ വീണ്ടും ഒരു വർഷം ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ 640 കട്ട് ഓഫ് എന്ന് നിങ്ങൾ വിചാരിച്ചു. 639 മേടിച്ച ഒരാളും 100 മാർക്ക് മേടിച്ച ഒരാളും ഒരുപോലെ ആവുകയാണ്. അതാ പറയുന്നത്, നമ്മൾ കഷ്ടപ്പെടാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ കോമ്പറ്റീഷനൊക്കെ പോകുന്നത്. അപ്പം നിങ്ങൾ എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു സമയമാണിത്. മനസ്സിലായോ? നിങ്ങളതുകൊണ്ട് ഈ ഒരു സമയം വേറെ കാര്യങ്ങളിൽ ഇനി അങ്ങനെ ഇങ്ങനെ ഇട്ട് മനസ്സ് വിഷമിപ്പിക്കാതെ ഇതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ പുറത്ത് കിടക്കുമെന്ന് ചിന്തിക്കാൻ നോക്കുക കേട്ടോ. അതുകൊണ്ട് പരമാവധി കൂളായിട്ടിരിക്കുക. നിങ്ങളുടെ അടുത്ത അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മുൻകൂട്ടി കാണുക. അങ്ങനെ അതിനെപ്പറ്റി ഒന്നും മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പം ശരിയാടാ. ടാറ്റാ.